എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവിക രഹസ്യങ്ങൾ എന്നിൽ തുറക്കണമേ. എൻ്റെ അന്ധകരണങ്ങളെ, ദൈവിക രഹസ്യങ്ങളെ സ്വീകരിക്കുന്നതിനായിട്ട് തുറക്കണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് നൽകിയ വിശ്വാസം എന്ന ദാനത്തെ പ്രതി ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളിന്ന് വിശ്വാസികളാണ്. കാരണം വിശ്വാസം എന്ന ദാനം അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് കൊണ്ടാണല്ലോ. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേക്ക് ആരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ, അങ്ങേക്ക് ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമേ, അങ്ങേക്ക് ആരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ, അങ്ങേക്ക് ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനെ, അങ്ങേക്ക് ആരാധന. ജീവൻ ജീവൻ ജീവദാതാവേ, അങ്ങേക്ക് ആരാധന. പിതാവിനും പുത്രനും സമനാം ദൈവമേ, അങ്ങേക്ക് ആരാധന. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, അങ്ങേക്കെന്നെന്നും ആരാധന. നമുക്കിനി വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്കാണ് പോകാനുള്ളത്. അതിൽ പ്രധാനമായത് ദൈവനീതിയെക്കുറിച്ചാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാണ്. കയറാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കുറേയും കൂടി വിശ്വാസത്തെക്കുറിച്ച് പഠിക്കണം, വിശ്വാസത്തിൽ വളരണം. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടു, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കേണമേ. അത് കുർബാനയിലെ പ്രാർത്ഥനയാണ് ഇല്ലേ? അത് ഈ സങ്കീർത്തനത്തിലെ വരികളാണത്. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയട്ടെ. ഈ വചനത്തിൻ്റെ, ഈ സങ്കീർത്തനത്തിൻ്റെ ആ നീതിയുടെ വാതിൽ, അതാണ് കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇതൊന്നും പാടാറില്ല. നമ്മളങ്ങനെ കുറേയൊക്കെ വെട്ടിച്ചുരുക്കാനല്ലോ. അതൊന്ന് പാടിയേ. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ, തിരുസന്നിധിയിങ്കൽ പാപികളെ വരെയും മാടി വിളിച്ചവനാ, അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്ദനവരദം, നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. ഈ നീതിയുടെ വാതിൽ തന്നെയാണ്
ഈശോ പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ഐ ആം ദ ഡോർ, ഞാനാണ് വാതിലെന്ന്. ഞാനാകുന്നു വാതിൽ. അങ്ങനെ ആ ദൈവനീതിയെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ വിശ്വാസം, നമ്മളെല്ലാം വിശ്വാസികളാണ്, വിശ്വാസമുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞില്ലേ, ഈ തേങ്ങയുടെ അകത്ത് കഴമ്പില്ലെങ്കിൽ എന്ത് പറയും അതിന്? അതാണ് പേട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ കഴമ്പ് എത്രത്തോളമുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. അത് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിച്ചറിയുവിൻ, ഇല്ലേ? അപ്പോൾ ഇത് വാസ്തവത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിശ്വാസികൾ എന്ന് മാത്രമല്ല, ശുശ്രൂഷകർ എന്നുള്ള നിലയിൽ മറ്റ് വിശ്വാസികളെ ജ്വലിപ്പിക്കാനും അവരെ പഠിപ്പിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ, ഇല്ലേ? അതുകൊണ്ട് നമ്മുടെ വിശ്വാസം കുറേയും കൂടി കഴമ്പുള്ളതായിരിക്കണം. അതിന് മറ്റൊരു ഭാഷ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്, കണ്ടന്റ്, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം. നമുക്ക് വിശ്വാസമുണ്ട് എങ്കിലും ആ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിശ്വാസത്തിലേക്കാണ് പോകണേ. അത് കഴിഞ്ഞിട്ട് നീതിയിലേക്ക് കറങ്ങി വരും കേട്ടോ, വിഷമിക്കണ്ട. എനിക്ക് തോന്നി അതെന്ന് രാവിലെ മുതൽ നമ്മൾ ഇനിയും നീതിയിലേക്ക് പോണേക്ക് മുമ്പ് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം പഠിക്കണം. എന്താണ് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം? പ്രൈസ് ദി ലോർഡ്. ടെൻഷൻ അടിക്കണ്ട, ഇത് നമ്മുടെ അകത്തുള്ളതാണ്. നമ്മളതിൻ്റെ ഉള്ളടക്കം മനസ്സിലാകുന്നു. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ദാനം എന്ന ഫ്രീ ഗിഫ്റ്റ്. നമ്മളാരും കഷ്ടപ്പെട്ടിട്ടല്ല നമുക്ക് വിശ്വാസം കിട്ടിയത്. ആണോ? അല്ല. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് ആദ്യം മനസ്സിലാക്കുക. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ നമ്മൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെടാൻ എന്താ? ഈ ഒരു ചക്ക കിട്ടി ദാനമായിട്ട്, അത് തിന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി കുറച്ച് കഷ്ടപ്പാടുണ്ട്, ഇല്ലേ? ചക്ക കിട്ടി, ഇനി അതിനകത്തുനിന്ന് അത് പഴം ഭക്ഷിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്ന പോലെ നമുക്ക് കിട്ടുന്ന ദാനങ്ങളെ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിച്ച് വളർത്തുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രവൃത്തി. പരിശുദ്ധാത്മാവിൻ്റെ ദാനം തന്നെയാണ് വിശ്വാസം. എന്നാൽ ആ ദാനം തന്നാൽ അത് പൊളിച്ച് വിടർത്തി അതിനെ സമയാസമയത്ത് വെള്ളമൊഴിച്ച് വളർത്തി വളമിട്ട് അതിനെ കൊണ്ടുപോകണം. ഇപ്പോൾ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൻ്റെ ആമുഖത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് എ ഷുവർ നോം ഓഫ് ഫോർമേഷൻ ഓഫ് ഫെയ്ത്ത്. ഇത് വിശ്വാസത്തിൻ്റെ ഫോർമേഷനിൽ, വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള ഒരു 100% ഷുവർ നോം, ഒരു നല്ല ഉപകരണമാണ്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 വർഷത്തിലധികമായിട്ട് ആൾമോസ്റ്റ് എല്ലാ ദിവസവും ബൈബിള് പോലെ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ കാറ്റഗിസം. ആ കാറ്റഗിസത്തിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സെമിനാറുകൾ, ഒരു 1 month ബൈബിൾ കോഴ്സ് തന്നെ ജർമ്മൻകാർക്ക് വേണ്ടി നടത്തി. 1 month, അതായത് ഒരു മാസം 30 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ നിന്ന നിലയിൽ നിന്നുകൊണ്ട് ഈ കാറ്റഗിസം ഞാൻ പഠിപ്പിച്ചു ജർമ്മൻകാരെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ
അത് പഠിക്കുമ്പോൾ ഞാൻ തന്നെ പഠിക്കണ്ടേ? അപ്പം നമ്മൾ തന്നെ അതുകൊണ്ട് പഠിക്കാനിടയായി. അപ്പോഴാണ് മനസ്സിലാവുന്നത്, എൻ്റെ ദൈവമേ, നമ്മുടെ നാട്ടിലും നമ്മുടെ സാധാരണ ജീവിത അവസ്ഥയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യത്തിൻ്റെ കിടപ്പ്. അതായത് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആ ഉള്ളടക്കം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുപാട് ജനലക്ഷങ്ങളോടൊന്നും പറയണ്ട, കുറച്ച് പേരോട് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു പോളിസി. കാരണം ഇപ്പം നമ്മൾ ഒരു മാസത്തേക്ക് ഒരു കാറ്റഗിസം സ്കൂൾ നടത്താമെന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? പറയും, എത്ര പേര് വരും? ഇപ്പോൾ ജർമ്മനിയിൽ ഞാൻ ഇപ്പം നടത്തുന്ന ഒരു സെമിനാർ 9 ദിവസത്തെ സെമിനാറാണ്. 9 ദിവസം ബൈബിൾ ഫെയ്ത്ത് സ്കൂൾ എന്നാണ് പറഞ്ഞത്. ഫെയ്ത്ത് സ്കൂൾ, കാറ്റഗിസവും ബൈബിളും മാത്രമായിട്ടുള്ളത്. 15 പേരെ അതിന് വരുന്നുള്ളൂ. 15 പേര്. ഈ 15 പേർക്ക് വേണ്ടി ഞാൻ 1000 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ ടീം അടക്കം പോയി അത് പഠിപ്പിക്കുകയാണ്. അവരങ്ങ് അത്ഭുത സ്തബ്ധരാകുകയാണ്. ദൈവമേ, ഇത്രയ്ക്ക് ശക്തമാണോ നമ്മുടെ കത്തോലിക്ക വിശ്വാസം? അപ്പോൾ എന്നോട് ഈശോ പറയണത്, നമുക്ക് വേണ്ടത് വെറും പട്ടാളക്കാർ മാത്രമല്ല, കമാൻഡേഴ്സ് വേണം. കമാൻഡേഴ്സ്, മനസ്സിലാവുന്നുണ്ടോ? നയിക്കാനുള്ള ലീഡേഴ്സ് വേണം. അപ്പം നിങ്ങളൊക്കെ ആ ലീഡേഴ്സാണെന്ന് തന്നെ വിചാരിക്കുകയാണ് ഞാൻ. പക്ഷെ ആ ലീഡേഴ്സ് എങ്ങനെയായിരിക്കണം? പുളിപ്പ് പോലെയാണ് അവരാരാകണം? പുളിപ്പ്. എങ്ങനെയുള്ള പുളിപ്പാകണം? വീര്യമുള്ള പുളിപ്പാകണം. ഈശോയുടെ ഈ ഉദാഹരണങ്ങളൊക്കെ അധികവും അടുക്കള ഉദാഹരണങ്ങളാണ്. അടുക്കള എന്താ? പുളിപ്പ്. അപ്പം ഇതൊക്കെ ഈ അമ്മച്ചിമാർക്കാണ് കൂടുതൽ മനസ്സിലാവുന്നത്, ഇല്ലേ? പുളിപ്പ്, ഉപ്പ്, കടുക് മണി, എണ്ണ, പുളിമാവ്, ഇവരുടെ കാര്യങ്ങളാണ്. അവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. എന്തിനാണ് പുളിപ്പ് ഉപയോഗിക്കണേ? മാവ് അരച്ച് വെച്ച് അതിൽ അല്പം പുളിപ്പ് ചേർക്കുമ്പോൾ ഇവർക്കറിയാം നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ മാവ് വീർത്ത് അപ്പമുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? ഒരല്പം ആ പുളിപ്പ് ചേർക്കുന്ന മുമ്പ് ഒന്ന് തൊട്ട് നാവിൽ വെച്ച് നോക്കും. എന്താ, ഇതിന് പുളിപ്പുണ്ടോ? ഇതിന് വീര്യമുണ്ടോ? വീര്യമില്ലെങ്കിൽ പറയും, എടാ മോനെ, ഒരു ഇച്ചിരി കള്ള് മേടിച്ചോണ്ടോന്നേ. ഇതിനാ? ഈ പുളിപ്പ് കൊണ്ട് ശരിയാവില്ല, നമുക്ക് ഇച്ചിരി കള്ള് ചേർക്കാം, അല്ലെങ്കിൽ ഈസ്റ്റ് ചേർക്കാം എന്ന് പറയും. അപ്പം നമ്മളിൽ വിശ്വാസത്തിൻ്റെ വീര്യമുള്ള ഒരു പുളിപ്പാകണം. എന്താകണം? വീര്യമുള്ള പുളിപ്പായാൽ മാത്രമേ ഈ 3 ഇടങ്ങഴി മാവിനെയും പുളിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ആ 3 ഇടങ്ങഴി മാവിലെ ഓരോ രേണുക്കളിലും ഈ പുളിപ്പ് പ്രസരിക്കുന്നുണ്ടോ ഇല്ലയോ? നമ്മുടെ ഓരോ ഇടവകയിലും, ഓരോ ധ്യാനകേന്ദ്രങ്ങളിലും, ഓരോ ശുശ്രൂഷ മേഖലകളിലും പുളിപ്പുള്ള കുറച്ച് പേര് വേണം. പുളിപ്പുള്ള. പ്രൈസ് ദി ലോർഡ്. അതാണ് നിങ്ങൾ ശുശ്രൂഷകർ. നമ്മൾ എന്ത് ജോലി ചെയ്യണവരായാലും വിശ്വാസം നമ്മുടെ കോമൺ ഫാക്ടറാണ്, ഇല്ലേ? വിശ്വാസം. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. എല്ലാവരും അതേ മാമോദീസാണ് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവരും അതേ വിശുദ്ധ കുർബാനയാണ് സ്വീകരിച്ചിരുന്നത്. നല്ല വ്യത്യാസമുണ്ടോ? അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ മേഖലയിൽ അതിൻ്റെ 100% നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അതാണ് ഇപ്പോൾ ഒരു വചനം വരികയാണ്. ഇതാണ് ഈശോ അവസാനം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തുവിൻ, എൻ്റെ ശിഷ്യന്മാരാക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനം നൽകുവിൻ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേക്കണേ? പെട്ടെന്ന് ബൈബിൾ നോക്കാണ്ട് ആരെങ്കിലും പറയാമോ? വെരി ഗുഡ്. അറിയാം, സമ്മതിച്ചു. നിങ്ങളെല്ലാവരും പാസ്സായി. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ.
നമ്മൾ കേട്ടേക്കണാണ് ഒരുപാട്. പക്ഷെ അതിനൊന്നുകൂടി സൂക്ഷിച്ച് നോക്കൂ. എന്ത് പഠിപ്പിക്കാനാ പറഞ്ഞേക്കണേ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആര് പഠിപ്പിച്ചിട്ടുള്ളത്? കർത്താവ് ഈശോ മിശിഹ. ഈശോ മിശിഹ തന്നെ നേരിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അതാണ് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. അപ്പോൾ അതിനെ നമുക്ക് സാംശീകരിക്കാമെങ്കിൽ ബാപ്റ്റൈസ് ദം ബട്ട് ടീച്ച് ദം. ടീച്ച് ദം വാട്ട്? ടീച്ച് ദം വാട്ട് ഐ കമാൻഡഡ് യു. ആക്ച്വലി ഞാൻ താമസിക്കുന്നത് POC നേരെ ഓപ്പോസിറ്റിലാണ്, ഒരു ഫ്ലാറ്റിലാണ്. POC എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണ്. POC, പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ. അപ്പോൾ ഈ കാറ്റഗിസം ഇംഗ്ലീഷിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇത് എൻ്റെ കയ്യിൽ കിട്ടി. ഞാനിതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേ മുതൽ ഞാൻ POC പോയിട്ട് നോക്കി, ഇത് മലയാളം ആക്കണില്ലേ? ആക്കണം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് മലയാളത്തിൽ തർജ്ജിമ ചെയ്ത് തുടങ്ങി. ഓക്കെ, പിന്നെ ഞാനിങ്ങനെ പോയി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് തർജ്ജിമ ചെയ്ത് റോമിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ നിയമം. അത് തർജ്ജിമ ചെയ്ത് റോമിലേക്ക് അയച്ച് വിശ്വാസ സംഘത്തിൽ അവർ ഇനി അതിനെ പരിശോധിക്കണം. ഏത്? റോമിലിരുന്ന് മലയാളം പരിശോധിക്കണം. അപ്പോൾ റോം എന്ത് ചെയ്ത്, റോമിൽ നിന്ന് അത് തിരിച്ച് കേരളത്തിൽ ഒരു ബിഷപ്പിന് അയച്ചു കൊടുത്ത് ഇത് മലയാള പരിഭാഷ ചെക്ക് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചയക്കാൻ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എനിക്കിങ്ങനെ ആവേശം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ചെറിയ ബുക്ക്ലെറ്റാക്കി നമുക്ക് ആവശ്യമുള്ള ചില ഭാഗങ്ങൾ എടുത്ത് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചു. ഇത് കണ്ടപ്പോൾ അവിടുത്തെ ഡയറക്ടർ എൻ്റെ തമ്പുരാനെ, നീ എന്ത് ചെയ്യണേ? കത്തോലിക്ക സഭയുടെ മതബോധനം നീ ഇങ്ങനെ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിടക്കാണ്. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഇവിടെ? ഞാൻ പറഞ്ഞു, ഇപ്പം മനസ്സിലായോ? മര്യാദയ്ക്ക് വേഗം ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പുസ്തകം മുഴുവൻ ഇറക്കുമെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും വർക്കിപ്പിതാവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. വർക്കിപ്പിതാവ് പറഞ്ഞു, അതേ അങ്ങനെ നീ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ അത് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എന്നും പറഞ്ഞ് ഇറക്കണ്ട. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൻ്റെ കമൻട്രി ബൈ തോമസ് പോൾ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അനുവാദവും കിട്ടി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമുക്കതിനിടയ്ക്ക് ഇതിനൊരു ഇൻ്റർപ്രിറ്റേഷനൊക്കെ എഴുതിയാൽ മതിയല്ലോ. സംഭവം അങ്ങനെ ഞാൻ ചെന്ന് അവരോട് പറഞ്ഞു, തോമസ് പോളെ വേണ്ട, ഞങ്ങളത് ഉടനെ ഇറക്കാം. അങ്ങനെ അവർ വേഗം ഇറക്കി. ആ സമയത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആദ്യ പതിപ്പ് എനിക്ക് തന്നുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശനത്തിൽ എനിക്ക് തന്ന കോപ്പിയിൽ വർക്കിപ്പിതാവ് ഇങ്ങനെ എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. ടീച്ച് ദം വാട്ട് ഐ കമാൻഡഡ് യു. മനസ്സിലായോ? ബാപ്റ്റൈസ് ദം. നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ചിരിക്കുന്നതാണ്. പക്ഷെ അത് പോരാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാപ്റ്റൈസ് ദം. മാമോദീസ നമുക്കെല്ലാം കിട്ടി. ഇത് ഒറ്റ സെന്റൻസ് ആണത്. ബാപ്റ്റൈസ് ദം ആൻഡ് ടീച്ച് ദം. ഇത് എന്നെ വളരെ ആകർഷിച്ച ഒരു ആശയമാണ്. എനിക്ക് മാമോദീസ കിട്ടി. ആ മാമോദീസയിൽ വലിയ ഒരു നിധി കിട്ടി. ആ വിശ്വാസ നിധിയുടെ ഉള്ളടക്കം എന്തെന്ന് ഞാൻ പഠിക്കണം. അപ്പം ഞാൻ തന്നെ ഈ പറയണതെല്ലാം രാവും പകലും ഇരുന്ന് പഠിച്ചിട്ടുള്ളതാണ്. ആരും പഠിപ്പിക്കാനില്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് വായിച്ച് പഠിക്കണം. അതിനു വേണ്ടി സമയം കണ്ടെത്തണം. അതിനു വേണ്ടി നമ്മൾ ഇരിക്കണം, ശരിക്കും ഇരുന്ന് പഠിക്കണം. അങ്ങനെ പഠിക്കണം വിശ്വാസം. ടീച്ച് ദം.
അപ്പോൾ നിങ്ങൾ നല്ല ഒരു വിശ്വാസത്തിൻ്റെ വീര്യമുള്ള പുളിപ്പാകണമെങ്കിൽ, ഞാനിത് പറയണത് നിങ്ങളിൽ ഒരുവനെ പോലെയാണ്. ഞാൻ നിങ്ങളുടെ മാതിരി സാധാരണ ഒരാളാണ്. നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു ഒരു ഭർത്താവ്, ഒരപ്പൻ, അപ്പാപ്പൻ ആണ് ഞാൻ. സാധാരണ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾ. എനിക്ക് യാതൊരു പ്രത്യേകതകളുമില്ല. പക്ഷേ നമ്മൾ ഇതിന് സമയം കണ്ടെത്തണം. വിശ്വാസം പഠിക്കണം, 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 പഠിക്കണം. ഈ ഒരു വാക്കാണ് ഈശോ പല സ്ഥലത്തും പറഞ്ഞേക്കണത്. ഈശോ തന്നെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഇതിപ്പോൾ ഭയങ്കര വിശദമായിട്ട് പോകാണ്. പക്ഷെ ഞാനിത് പറയുന്നത്, നമ്മൾക്ക് ഒരുപാട് ശുശ്രൂഷകളുണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാനും പഠിക്കാനും സമയമില്ലാത്ത അവസ്ഥ തന്നെ വരും. അവിടെ നമ്മൾ തീരുമാനിക്കണം, ഇല്ല, ഇവിടെ എനിക്ക് പഠിക്കേണ്ട സമയമാണ്, ഇവിടെ എനിക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായാലേ നമ്മൾ വളരുകയുള്ളൂ. ഇന്ന് അതിനുള്ള ആധുനിക എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ കാറ്റഗിസം നമ്മളുടെ ഫോണിലും നമ്മളുടെ പുസ്തകമൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഇപ്പോൾ അവൈലബിളാണ്. പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ അവൈലബിളാണ്. നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനവും പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനവും മാത്രം പഠിച്ചാൽ മതി. വേറെ അവിടെ നിന്നും ഇവിടെ നിന്നുള്ള ഒരുപാടൊന്നും പഠിക്കാനല്ല പറഞ്ഞേക്കുന്നത്. എന്താ ഈശോ പറഞ്ഞേ? ബാപ്റ്റൈസ് ദം, ടീച്ച് ദം. ടീച്ച് ദം വാട്ട്? എന്ത് പഠിപ്പിക്കാനാണ് പറഞ്ഞേക്കണത്? അവരും പഠിപ്പിക്കണമല്ല പഠിപ്പിക്കാൻ പറഞ്ഞേക്കണത്, ഞാൻ. അവിടെ ആ ഞാൻ എന്നുള്ളത് വളരെ പ്രത്യേകമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഞാൻ. ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല. ഒരുപാട് പേര് എന്നോട് ക്ഷമിക്കണം, ബ്രദർ ഇത് വായിക്കാൻ പറഞ്ഞ പുസ്തകം കൊണ്ടുവരാറുണ്ട്. എനിക്കത് വായിക്കാൻ പറ്റാറില്ല. ഞാൻ വിശുദ്ധന്മാരുടെ ബയോഗ്രഫികൾ, ഡോക്ട്രൈനൽ ടീച്ചിങ്സ്, പോപ്പിൻ്റെ പുസ്തകങ്ങൾ, പോപ്പിൻ്റെ പ്രബോധനങ്ങൾ, എൻസിക്ലിക്കൽസ്, ചാക്രിക ലേഖനങ്ങൾ, അപ്പോൾ ഇതെല്ലാം വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് പോപ്പിലൂടെ ദൈവജനത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് നമ്മൾ വായിച്ചാലല്ലേ നമ്മുടെ വിശ്വാസം പരിശുദ്ധാത്മാവ് വളർത്തുന്ന രീതിയിൽ വളരുകയുള്ളൂ. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ഒരു ആശയമാണ്. നിങ്ങൾ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ വളരണം. ഞാൻ പറഞ്ഞു, ഈ കേരള സഭയ്ക്ക് ദൈവം ലോകവ്യാപകമായ വലിയൊരു വിളി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അഭിഷേകാഗ്നി, വട്ടായി അച്ഛൻ്റെ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ പ്രസംഗങ്ങൾ ഇവിടെ കേരളത്തിൽ മാത്രം വേണ്ടിയാണോ ഇതെല്ലാം? ഇത് ലോകം മുഴുവനിലും പ്രസരിക്കുന്നുണ്ട്. എന്നാൽ ഇനി അത് കൂടുതൽ ശക്തമായി പ്രസരിക്കണമോ? എങ്കിൽ പുളിപ്പിന് വീര്യം വേണം. പുളിപ്പിന് വീര്യമുണ്ടെങ്കിൽ താനേ മാവ് പുളിക്കും. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ നന്ദി. ഓ പരിശുദ്ധാത്മാവേ നന്ദി. പ്രാർത്ഥിക്കുക, എന്നെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം തുറക്കണമേ. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി തരണമേ. അബ്രാഹത്തിന് നൽകിയ വിശ്വാസം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ദാനം എവിടെയാണ് ഉത്ഭവിച്ചത്? വിശ്വാസത്തിൻ്റെ ദാനം ഉത്ഭവിച്ചത് അബ്രാഹമിലാണ്. പെട്ടെന്ന് ഗലാത്യ ലേഖനം 5 അല്ലെങ്കിൽ 4:13 അല്ലെങ്കിൽ 4:29. നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണ് എങ്കിൽ ഗലാത്യ 3 എത്രയാ? You are the descendants of Abraham
കറക്റ്റ് 3:29. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ് വാഗ്ദാനമനുസരിച്ച് അവകാശികളുമാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്. അപ്പൊ അബ്രാഹത്തിന് നൽകിയ വിശ്വാസം, ദാനമായിട്ട് നൽകിയ വിശ്വാസം അബ്രാഹത്തിന് മാത്രമായിട്ടല്ല നൽകിയത്. പിന്നെ ആർക്ക് വേണ്ടിയാ നൽകിയത്? അബ്രാഹത്തിനും അവന്റെ സന്തതികൾക്കും. അവന്റെ സന്തതികൾ. നമ്മളൊരു പ്രാവശ്യം പറഞ്ഞു, അബ്രാഹത്തിനോട് കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നീ നോക്കിയേ എണ്ണാൻ പറ്റുമോ? ഇല്ല കർത്താവ്. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. അതിൽ ഒരാളായിരുന്നു ഈ തോമസ് പോള്. ആണോ അല്ലയോ? അതിലൊരാളായിരുന്നു വട്ടായി അച്ഛൻ. ആണോ അല്ലയോ? അതിലൊരാളായിരുന്നു ബിനോയ് അച്ഛൻ. ആണോ അല്ലയോ? അതിലൊരാളായിരുന്നു നിങ്ങൾ ഓരോരുത്തരും. ആണോ അല്ലയോ? അതായത് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും നക്ഷത്രമായിട്ട് അബ്രാഹത്തിന് കാണിച്ചു കൊടുക്കുകയും നിനക്ക് ഞാൻ തന്ന വിശ്വാസം ഇവർക്കെല്ലാവർക്കും അവകാശമായിട്ട് നൽകാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അങ്ങനെയാണ് നമുക്ക് വിശ്വാസം കിട്ടിയത്. ഇനി ഒന്ന് ചിന്തിക്കാം, ഈ അബ്രാഹാം ആരായിരുന്നു? അയാൾ വല്ല വിശ്വാസി ആയിരുന്നു? അയാൾ യഹൂദനായിരുന്നു? അയാളൊരു വിജാതീയനായിരുന്നു. അങ്ങനെ ഒരു ദിവസം അബ്രാഹാം അല്ലെങ്കിൽ അബ്രാം ഈ കുന്നിൻ്റെ പുറത്തോ അല്ലെങ്കിൽ തോട്ടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്ത് പെട്ടെന്ന് ഒരു ശബ്ദം, അബ്രഹാം, അബ്രാം. ആരാണത്? ആരെയും കാണുന്നില്ലല്ലോ. ആരാണ്? അബ്രാം. ആരാണ്? ആളെ കാണാനില്ല. അബ്രാം. അവിടെ ഇവിടെയൊക്കെ ഓടിച്ചെന്ന് നോക്കി, ആരെയും കാണുന്നില്ല. അങ്ങാരാണ്? അങ്ങാരാണ്? ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവം? ഞങ്ങളുടെ വീട്ടിൽ കുറെ ദൈവങ്ങളുണ്ട്, കല്ലിൻ്റെയും മരത്തിൻ്റെയും എല്ലാം. അതൊന്നും ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ. അബ്രാം, ഞാൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമാകുന്നു. ഓ എൻ്റെ ദൈവമേ. അബ്രാം അവിടെ വീണു സാഷ്ടാംഗം. എന്തുകൊണ്ട് സാഷ്ടാംഗം വീണു? അബ്രാമിനോട് ദൈവം ഇത് പറഞ്ഞപ്പോൾ, ഞാൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ദാനം അബ്രാഹത്തിൽ വന്നു കഴിഞ്ഞു. അബ്രാഹാം യാതൊരു സംശയമില്ലാതെ അങ്ങ് വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ട് സംശയമില്ലാതെ വിശ്വസിച്ചു? വിശ്വാസത്തിൻ്റെ ദാനം ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു. സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോതാ ഹൈ. വിശ്വാസത്തിൻ്റെ ദാനം ഇതിൽ അടങ്ങിയിരിക്കുന്നു. അബ്രാഹത്തിന് ഭയങ്കര ആനന്ദമായി. നിങ്ങൾ ഒരിക്കൽ ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. കർത്താവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു റിയാക്ഷൻ തുള്ളിച്ചാടാൻ തുടങ്ങും. ഭയങ്കര സന്തോഷം. നമ്മളിങ്ങനെ ബബിൾ ചെയ്യും, നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷം. എന്തുകൊണ്ടാണ്? ഇപ്പം പെട്ടെന്ന് തോന്നും അത് ദൈവം തന്നെയാണ് സംസാരിച്ചതെന്ന് എങ്ങനെ അറിയും? ഇതാണ് ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ചോദ്യം. ഇപ്പം നമ്മുടെ പപ്പ അല്ലെങ്കിൽ നമ്മൾ മക്കളോട് സംസാരിക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ മക്കളോ അവരുടെ പപ്പയോട് സംസാരിക്കുകയാണെങ്കിൽ
നമ്മൾ അവരോട് പറയോ, എടീ മോളെ ഞാൻ നിൻ്റെ പപ്പയാണ്ടാ സംസാരിക്കണേന്ന് പറയോ? നമ്മൾ ഹലോ എന്ന് പറയുമ്പോഴേക്കും ഓ പപ്പ, അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഹലോ മുഴുവനാക്കേണ്ട ആവശ്യമുണ്ടോ? ഹലോ മുഴുവനാക്കണ്ട. അല്ലെങ്കിൽ പ്രൈസ് ദ ലോർഡ്, വട്ടായച്ചൻ പ്രൈസ് ദ ലോർഡ് എന്ന് പറയണതിൻ്റെ പി വരെ പറയുമ്പോഴേക്കും നമുക്ക് കാര്യം മനസ്സിലായി ഇതാരാന്ന് ഇല്ലേ? മനസ്സിലായോ ഇല്ലയോ? പിന്നെ പറയണോ ഇന്ന ആളാന്ന്? ഇങ്ങനെയാണ് ശബ്ദത്തിൻ്റെ പ്രസരണം. ഈ കോടാനുകോടി മനുഷ്യരുള്ള ലോകത്തിൽ നമ്മൾക്ക് തന്നെ എന്തോരം മനുഷ്യരറിയാം. പക്ഷെ നമ്മളൊരാൾ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവണില്ല ഇന്നാൾ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വരപ്രസാദവും സ്നേഹവും നമ്മുടെ ആത്മാവിലങ്ങ് ജ്വലിച്ചിട്ട് ഭയങ്കര സന്തോഷവും ആനന്ദവും ഉണ്ടാവും. അങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാകണത്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കണ്ട. അത് മനുഷ്യൻ്റെ ശബ്ദമാണെന്നോ പിശാചിൻ്റെ ശബ്ദമാണെന്നോ നമ്മുടെ തന്നെ ശബ്ദമാണെന്നോ, ആ ശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്ന ആനന്ദം, സന്തോഷം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ. അതാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷം എഴുതിയപ്പോൾ, ഈ സുവിശേഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ ആൾ പറയാണ്, ഞാൻ അപ്പോൾ സമയം 4 മണിയായിരുന്നു. എപ്പോൾ? ഈശോയെ ആദ്യം കണ്ട നിമിഷം, ഈശോയുടെ ശബ്ദം ആദ്യം കേട്ട നിമിഷം. ഇവിടെ ഒരുപാട് പേര് കം ആൻഡ് സീ എന്നൊക്കെ പറയുന്നില്ലേ? ഈ കം ആൻഡ് സീ ഈശോ പറഞ്ഞതാണ്. കം ആൻഡ് സീ. അപ്പോൾ സമയം 4 മണിയായിരുന്നു. ഇദ്ദേഹം ഇത് എഴുതണത് 95 വയസ്സുള്ളപ്പോഴാണ്. 10-21 വയസ്സിലായിരിക്കും ഇത് കണ്ടേക്കണം. ഇദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്ത ഒന്ന് ഈശോ നേരിട്ട് സംസാരിച്ച ആ ആദ്യ നിമിഷമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 4 മണിയായിരുന്നു. എന്ന പോലെ അബ്രാമിനോട് ദൈവം സംസാരിച്ചു. അബ്രാം ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് കുറേ നേരം അവരങ്ങ് സംസാരിച്ചു. എന്നിട്ട് പറയാണ്, അബ്രാം, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? എന്ന് പറയുമ്പോൾ തന്നെ അത് സംഭവിക്കുകയാണ്. അവൻ അനുഗ്രഹമായി. ഇപ്പം അബ്രാമിൽ ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ ഇല്ലയോ? ആ ഉത്ഭവഭാവം ഈ അനുഗ്രഹം കിട്ടാൻ എന്തെങ്കിലും തടസ്സമായിരുന്നോ? ഇല്ല. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ. അനുഗ്രഹം വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ വൊക്കാബുലറിയിൽ നിന്ന് ഇങ്ങനെ ചില വാക്കുകൾ മാറ്റണം. ദൈവത്തിൻ്റെ കൃപയ്ക്ക് തടസ്സമാകുന്നു. ദൈവത്തിൻ്റെ കൃപ അനന്തവും സർവാധിപ ശക്തിയും അടങ്ങിയിരിക്കുന്നതാണ്. അതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കും. ഇത് കാറ്റഗിസത്തിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അബ്രാം അനുഗ്രഹിച്ചു ദൈവം. അതായത് മനുഷ്യനെ അവൻ്റെ ആത്മാവ് ദൈവാനുഭവത്തിലേക്ക് ഉയരുന്നതിനെ, അതെവിടെ എഴുതിയേക്കണേ ഒന്ന് വായിച്ചോ. കാറ്റഗിസം 412. എന്നാൽ എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്ന് ദൈവം തടയാതിരുന്നത്? മഹാനായ വിശുദ്ധ ലയോ പറയുന്നു, പിശാചിൻ്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിൻ്റെ അവാച്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതി, ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. തൽക്കാലം ഇത്രയും മാത്രം. അതിന് മുമ്പും പിമ്പും നമുക്ക് പിന്നീട് പഠിക്കാം.
ആദി മാതാപിതാക്കളുടെ പാപം എന്തിനാന്ന്. ഇവിടെ ഉത്ഭവ പാപം ഒന്നൊരു വായിച്ചത് അക്വിനാസ് വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതി. തോമസ് അക്വിനാസ് എഴുതി ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യ പ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പം എൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഉൾക്കാഴ്ച വരികയാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, വിശ്വാസം കൊണ്ടുള്ള അനുഗ്രഹം. കർത്താവ് പറയാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ അവരിലുള്ള എന്തെല്ലാം അവസ്ഥയായിരുന്നോ ആ അവസ്ഥയെല്ലാം കടത്തി വെട്ടി അവൻ്റെ ജീവിതം അനുഗ്രഹമായി. അവൻ്റെ അവസ്ഥ ഉത്ഭവഭാവമായിരുന്നിരുന്നു, അതെല്ലാം മാറ്റി അവൻ അനുഗ്രഹമായി. വിശ്വാസത്തിൻ്റെ ദാനം അവന് ലഭിച്ചു. എന്നിട്ട് അന്ന് പറഞ്ഞു കാണും, അബ്രഹാം കർത്താവേ പറഞ്ഞാലും നീ നിന്റെ ദേശവും നിന്റെ സ്വത്തും സമ്പത്തുകളും എല്ലാം വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് വരിക. ഇതാണ് ദൈവവിളി എന്ന് പറയുന്നത്. ദൈവവിളി കണ്ടോ, കന്യാസ്ത്രീമാർ ചിരിക്കണുണ്ടോ? കഴിവിരൊക്കെ അതേ വിളിയാണ് കേട്ടേക്കണത്. അബ്രാഹത്തിനോട് പറഞ്ഞു, അബ്രാഹത്തെ വിളിച്ചു. എന്ത് പറഞ്ഞുകൊണ്ട് വിളിച്ചു? നിന്റെ ദേശവും വീടും കുടുംബവും അല്ലെങ്കിൽ സമ്പത്തും എല്ലാം വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് വരിക. ഇതാണ് ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരും കന്യാസ്ത്രീമാരും കുറച്ചൊക്കെ നമ്മളും കർത്താവിൻ്റെ ആ വിളി കേട്ടിട്ട് എല്ലാം വിട്ടു. അപ്പോൾ അതിൻ്റെ ഒറിജിൻ അവിടെ നിന്നാണ്. ഒറിജിൻ ഈ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ, അബ്രാഹത്തിൻ്റെ വിളിയിൽ നിന്നാണ്. ആ വിളിയുടെ ഒരു പതിപ്പാണ് നമ്മളെല്ലാവർക്കും കിട്ടിയത്. എല്ലാം വിട്ടു അവർ വന്നു. അച്ഛന്മാർ എല്ലാം വിട്ടു. ആ വിളിയാണ്. അതേ വിളി, അതേ വിശ്വാസം, അതേ ചൈതന്യം എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. കാരണം അബ്രാഹത്തിനെ വിളിച്ചു, അബ്രാഹത്തിന് കൊടുത്തു. ഇതൊന്നും അബ്രാഹത്തിന് സ്വന്തം മാത്രമായിട്ടല്ല. അബ്രാഹത്തിന് കൊടുത്തതെല്ലാം തന്നെ അബ്രാഹത്തിൻ്റെ എല്ലാ സന്തതികൾക്കും ആയിട്ടാണ്. എപ്പോഴും ഞാൻ കുറച്ചും കൂടി പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. റിപ്പീറ്റേഷനാണെന്ന് വിചാരിക്കരുത്. അത് നമ്മുടെ അകത്ത് ഇങ്ങനെ പതിയണം. നമ്മളുടെ കഴിവുകൊണ്ടൊന്നും അല്ല മക്കളെ നമ്മുടെ വിശ്വാസം. നമ്മൾ തോമാസ് ലീഹായുടെ മക്കളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കഴിവുകൊണ്ടും അല്ല നമുക്ക് ഈ വിശ്വാസം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, നീ എന്നെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ഇതുപോലെ വിശ്വാസത്തിൽ ജനിപ്പിച്ചത് എന്തോ ഒരു വലിയ ഭാഗ്യം ആണോ അല്ലയോ? അതാണ്. അതും ഈ കാലഘട്ടത്തിൽ. ഇപ്പം നമ്മുടെ എല്ലാം അപ്പന്മാരും അമ്മമാരൊക്കെ പറയും, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ധ്യാന കേന്ദ്രമോ ഇങ്ങനെ ധ്യാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഇതേമാതിരി വചനം പഠിക്കാനൊന്നും സൗകര്യവും ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊന്ന്. ഈ കാലഘട്ടം ഇല്ലേ, ഇതൊക്കെ ഭയങ്കര ഒരു കാര്യമില്ലേ? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അബ്രഹാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അന്ന് വീട്ടിൽ ചെന്നത്. വീട്ടിൽ ചെന്ന ഉടനെ തന്നെ സഹോദരങ്ങളെയും ഭാര്യനെയൊക്കെ വിളിച്ചിട്ട്, എടാ എന്നോട് കർത്താവ് സംസാരിച്ചടോ. കർത്താവ്, ദൈവം, ആരീ കർത്താവ്? ദൈവം എന്നോട് സംസാരിച്ചു. എന്ത് പറ്റി നിനക്ക്? ദൈവം സംസാരിക്കും. ഇത് കണ്ടില്ല, ഇവിടെ എത്ര ദൈവങ്ങളുണ്ട്. ഇവിടെ കല്ലിൻ്റെ ദൈവമുണ്ട്, മരത്തിൻ്റെ ദൈവങ്ങളുണ്ട്, ഇവിടെ ബ്രോൺസിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ദൈവങ്ങൾ. ഇതൊക്കെ സംസാരിക്കുന്നില്ലല്ലോ. ഈടാ, ഇതൊന്നും അല്ല. അതൊക്കെ ഒട്ടച്ചം കളഞ്ഞ അബ്രഹാം ഉടനെ തന്നെ, ഇതൊന്നും അല്ലടാ ദൈവം, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതൊന്നും അല്ല ദൈവം. ദൈവം എന്ന് പറയുന്നത് ഈ ആകാശത്തിൻ്റെയും ഭൂമിയെയും മുഴുവനും സൃഷ്ടിച്ച കർത്താവാണ്.
സത്യമാണ്. ഇന്ന് ആ ദൈവം എന്നോട് സംസാരിച്ച്, ആ ദൈവത്തിന്റെ സ്വരം ഞാൻ കേട്ട്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ദൈവം ഈ കൊത്തുരൂപങ്ങളൊന്നുമല്ല. വീട്ടുകാർക്ക് ആകെ കൺഫ്യൂഷനായി. സാറ നാഥ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേര് പറയണത് കുറിച്ച് വേറെ ഒന്നുമില്ലല്ലോ. ആ ശരിയാണ്, സംസാരിച്ച് കാണും. പക്ഷെ മറ്റുള്ളവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. ഓക്കെ, എന്താ സംസാരിച്ചേ? അതേ, എന്നോട് പറയാണ് ഈ സമ്പത്തും ഈ ആടുമാടുകളെയും ഈ നാടും എല്ലാം വിട്ട്, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടി ദൈവം എവിടെയോ ഒരു വലിയ വലിയ സമ്പത്ത്, ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ടെന്ന്, അങ്ങോട്ട് വരാനാ പറയണത്. ഷോ, കഴിഞ്ഞ പടി, നിനക്ക് വട്ട് തന്നെയാണ്, ഞങ്ങൾ വിടൂല നിന്നെ. വീട്ടുകാരെല്ലാം ബഹളമായി. ആവോ ഇല്ലയോ പറയ്. അനുജൻ പറഞ്ഞില്ല, ചേട്ടന് ഞാൻ വിടൂല, ഇത്രയും എത്ര 1000 ഏക്കർ സ്ഥലമാണ്, ഇതെല്ലാം വിട്ടിട്ട് പോണെന്നോ? എടാ ഉവ്വേ, എത്ര 1000 ഏക്കർ സ്ഥലമോ ഇതിൻ്റെ എല്ലാം ഉടയവനായ ദൈവമോ, ഏതാടാ വലുത്? അല്ല, അവിടെ പോയാൽ ഇയാൾ എങ്ങനെ ജീവിക്കും? ആ ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അവിടെ എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ തരുന്നു? എടാ അതൊന്നും നോക്കണ്ട, ദൈവം പറഞ്ഞേക്കണത് കേൾക്കണം. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. എന്തായാലും നാളെ രാവിലെ ഞാൻ പോകാൻ. ഇത് പറയണത് സീരിയസ് ആണോ? യെസ്, നാളെ രാവിലെ ഞാൻ പോകാൻ. രാത്രി അവിടെ ഉറക്കം ഉണ്ടായിട്ടില്ല. ഇവരെല്ലാവരും കൂടി ആളെ പിടിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ സമ്മതിക്കില്ല പോകാൻ. ഇല്ല, ഞാൻ പോകും. ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ടു, ഞാനത് ചെയ്യും. രാവിലെ സാറായി രാവിലെ നമ്മൾ പോവുകയാണ്. നാഥ, എവിടേക്കാ പോണേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, നീ എൻ്റെ കൂടെ വരണ്ടേ പോരെ. നിങ്ങൾ ആ സിനിമ കാണണമെന്ന്, അല്ലെങ്കിൽ ഭാവനയിൽ കാണും. ഈ സകല 1000കണക്കിന് ഏക്കറുകളെല്ലാം വിട്ടിട്ട് ഈ സഹോദരങ്ങളെല്ലാം പിടിച്ചു നിർത്തുകയാണ്, പോകരുത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അബ്രാഹാം പറയുകയാണ്, എൻ്റെ ദൈവം പറഞ്ഞതനുസരിച്ച് ഞാനിതാ പോകുന്നു. 1 2 step out. അതാണ് he moved. മേലൊക്കെ കോരിത്തിരിക്കുന്നു. ഇവിടെയാണ് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ ആരംഭം. ആ അബ്രഹാം എടുത്ത ആദ്യ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് പറയുമ്പോൾ ചില കന്യാസ്ത്രീമാർ ഓർക്കുകയാണ്, അന്ന് ആ വീട് വിട്ടിറങ്ങിയ ആദ്യ സ്റ്റെപ്പ്. ചിലയിടത്തൊക്കെ അപ്പനും അമ്മയും പറഞ്ഞു, നീ പോകരുത്, നീ പോണതൊക്കെ ശരി, പക്ഷെ മടങ്ങി വന്നേക്കരുത്. ഒരു സെൻസേഷനിലാണില്ലേ. ചിലവർ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടാണ് യാത്ര. പക്ഷേ നമ്മൾക്ക് മറക്കാൻ പറ്റുമോ? അന്ന് വീട് വിട്ടിറങ്ങിയ ആദ്യ സ്റ്റെപ്പ് മറക്കാൻ പറ്റുമോ? പറ്റില്ല. അതെന്തുകൊണ്ടാണ്? വിശ്വാസത്തിൻ്റെ ഒരു ഭയങ്കര അടയാളമാണ്. വേറൊന്നും കണ്ടിട്ടല്ല പോകുന്നത്, വിശ്വാസം, കർത്താവ് മാത്രം. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഇതുവരെ കേട്ടതിൽ നിന്ന് എന്തൊക്കെയാണ് വിശ്വാസത്തിൻ്റെ ആവിർഭാവത്തിലുണ്ടായത്? ഒന്ന്, അബ്രാം ദൈവസ്വരം കേട്ടു. സ്റ്റെപ്പ് 1. കേട്ടപ്പോൾ തന്നെ അബ്രാം ഒട്ടും സംശയിക്കാതെ വിശ്വസിക്കാൻ സാധിച്ചു. അത് അബ്രാമിൻ്റെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിക്കരുത്. അത് ആ ശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ദാനം കൊണ്ടാണ്. വിശ്വാസത്തിൻ്റെ ദാനം അതിലുണ്ടായിരുന്നു. മനസ്സിലായ? വിശ്വാസത്തിൻ്റെ ദാനം
ആ ശബ്ദത്തിലുണ്ടായിരുന്നു. വിശ്വാസത്തിൻ്റെ ദാനം ആ ശബ്ദത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വചനം പഠിക്കണമെന്ന് പറയുന്നതും. വചനത്തിൻ്റെ ഉള്ളിലാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വചനമാണ്. ജോൺ ബോൾ II ഒരു പുസ്തകം, ഒരു ലേഖനം, പാസ്റ്റോറസ് ഡാബോ ഓബീസ്, വൈദികരുടെ ഫോർമേഷനെക്കുറിച്ച്, അതിൽ പറഞ്ഞിരിക്കുകയാണ്, അവർ ഹാർട്ട് മസ്റ്റ് ബിക്കം ടെർമിനസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ടെർമിനസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ ടെർമിനസിന്? തുറമുഖം എന്നോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, ഒരു ലാൻഡിങ് പ്ലാറ്റ്ഫോം. ദൈവവചനത്തിൻ്റെ ഒരു ലാൻഡിങ് പ്ലാറ്റ്ഫോം ആയിരിക്കണം നമ്മുടെ ടെർമിനസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഓക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ വിശദമായി പോകുന്നു. ഞാനിങ്ങനെ ഫാസ്റ്റ് ആവാൻ പോകാനിട്ട് ഇപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ഈ അബ്രാഹത്തിൻ്റെ ജീവിതത്തിനെ യാത്ര ചെയ്യാൻ പോകാണ്. ആ ജീവിതത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അബ്രാഹത്തിന് നൽകിയ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണോ എന്ന് നമ്മൾ പഠിക്കണം. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിവിടെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി. ഒന്ന്, അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസം എന്ന ദാനത്തിൻ്റെ ഒന്ന്, ദൈവം പറയണത് കേൾക്കുന്നു. അത് മാത്രം കേൾക്കുന്നു. അവിടെ ചുറ്റും ഒരുപാട് ആളുകൾ പലതും പറയാനുണ്ടായിരുന്നു, അതൊന്നും കേൾക്കുന്നില്ല. ഇവിടെ ക്ഷമിക്കണം, ഞാൻ പറയാറുള്ള ഒരു കാര്യം, ഇതൊരു ഡെമോക്രാറ്റിക് പാർട്ടി പോലെയല്ല വിശ്വാസം. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ എങ്ങനെയാണ് കുറേ പേര് കൂടി ചേർന്നിട്ട് ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് ചെയ്യാന്നുള്ളത്. അതല്ല വിശ്വാസം. മോശ എല്ലാവരെയും കൂട്ടി വിളിച്ചിട്ടാണോ തീരുമാനിച്ചത്? അബ്രാഹാം ഇവരെല്ലാവരെയും കൂട്ടി വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടാണോ ചെയ്യണേ? അങ്ങനെയല്ല. ഇപ്പം നവീകരണമൊക്കെ ഏതാണ്ട് ക്ഷമിക്കണം ഇങ്ങനെയൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടി എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം, അതേമാതിരി നമുക്ക് ചെയ്യാം. അതല്ല വിശ്വാസത്തിൻ്റെ ഭാഷ. ആര് പറയണത് കേൾക്കണം? ദൈവം പറയണത് കേൾക്കണം. അതിന് നമ്മൾക്കൊരു ലീഡർ തന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിന് അഭിഷേകമുള്ള ഒരാളുണ്ടാകാം. ആ ആളോട് ദൈവം സംസാരിക്കും. ആ സംസാരിക്കുന്നത് മറ്റുള്ളവർ അനുസരിക്കണം. അബ്രാമിനോട് കർത്താവ് അരുളി ചെയ്തു. അബ്രാമിന് ചുറ്റും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും കർത്താവ് അരുളി ചെയ്ത, അതാണ് ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. അത് കിട്ടിയോ? റോമർ 1-ാം അധ്യായത്തിൽ അത് എവിടെയാണ്? 1:5. ആ, റോമാക്കാർക്കെതിരെ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിലുണ്ട് ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ വിധേയത്വം. ഒന്ന് വായിച്ചത്. അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. ഇത് വലിയൊരു സബ്ജക്റ്റാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ നോക്കണം. വിശ്വാസത്തിൻ്റെ വിധേയത്വം എന്താണ്? ഓക്കെ. അപ്പോൾ അബ്രാം ഇവിടെ ദൈവം പറഞ്ഞത് കേൾക്കുന്നു. പോയിന്റ് 1. ആ വിശ്വാസത്തിൻ്റെ ദാനം അബ്രാഹാം സ്വീകരിക്കുന്നു. പോയിന്റ് 2. ആ വിശ്വാസത്തിൻ്റെ ദാനത്തിൻ്റെ പ്രവർത്തനം അബ്രാമിൽ ആരംഭിക്കുന്നത് എപ്പോഴാണ്? അബ്രാം അതിന് റെസ്പോണ്ട് ചെയ്തു. റെസ്പോണ്ട് എന്ന് പറയാണോ ശരി? റെസ്പോണ്ട് പ്രത്യുത്തരം. അതിന് അബ്രാമിൻ എല്ലാവരും പറഞ്ഞില്ല നീ പോകരുത്, നീ പോകരുത്, നീ ഞങ്ങളെ വിട്ടു പോകരുത് എന്ന് പറയുമ്പോൾ അബ്രാം പറയാണ്, ഇല്ല, ഞാൻ പോകും. എവരി മാരത്തോൺ ബിഗിൻസ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ മാതിരിയാണ്. അബ്രാമിന്റെ ഈ മാരത്തോൺ എല്ലാ പ്രതിസന്ധികളെയും വെട്ടിച്ചുകൊണ്ട് അബ്രാം ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചു. അതാണ് എന്താ നമ്മൾ പറഞ്ഞത്? പ്രത്യുത്തരം അല്ലേ? പ്രത്യുത്തരം, റെസ്പോൺസ്. അപ്പൊ ഇതാണ് വിശ്വാസത്തിന്റെ ഉള്ളടക്കം. നമ്മൾ കർത്താവ് പറഞ്ഞത് കേൾക്കുന്നുണ്ട്, ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ പ്രത്യുത്തരം കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ 2-3 കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി അങ്ങനെ അവർ പോവുകയാണ്.
അങ്ങനെ അബ്രഹാം പോകുന്നു. അബ്രഹാമിൻ്റെ പിന്നാലെ സാറായി, അതിൻ്റെ പിന്നാലെ അപ്പോൾ കുറേ ആൾക്കാരെല്ലാവരും. അപ്പോൾ ലോത്ത് പറഞ്ഞ് ഞാനും പോവുകയാണ്. അങ്ങനെ ഒരു സമൂഹം കുറേ കന്നുകാലികളൊക്കെ ആയിട്ട് അങ്ങ് പോന്നു. ഇങ്ങനെ പോവും. കുറെ കഴിഞ്ഞപ്പോൾ ഒരു ഛായ